നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പുതിയൊരു സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതിലൊരു പുതിയ സെഷനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ കുറേ ഷേപ്സും അതേപോലെ മോളിക്യൂൾസിന് എങ്ങനെ ഷേപ്പ് കിട്ടുന്നതിനും കൂടെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. അപ്പൊ ഈസി ആണെന്ന് ചോദിച്ചാൽ ശരിക്കും ഈസി ചാപ്റ്റർ ആണ്. നമ്മൾക്ക് ഓർബിറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഓൾറെഡി ഉള്ള രണ്ട് കോമ്പൗണ്ട്സ് എടുത്തിട്ട് നമ്മൾ അത് ഇന്റർമിക്സ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ ഓർബിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഓർബിറ്റ്സ് അറിയാം? നമുക്ക് എസ് അറിയാം, പി അറിയാം, ഡി അറിയാം. ഈ എസ് പി ഡി എന്ന് പറയുന്ന ഓർബിറ്റ്സ് ആണ്. അപ്പൊ ഞാൻ ഈ എസും പിയും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് എസ് പി എന്ന് പറയുന്നത്. ഈ എസ് പിനെ വിളിക്കുന്നത് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റ്സ് എന്നായിരിക്കും. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള അറ്റോമിക് ഓർബിറ്റ്സ് രണ്ടും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ ഓർബിറ്റ്സ് എനിക്ക് ഉണ്ടായി. ആ പുതിയ ഓർബിറ്റ്സിനെ ഞാൻ വിളിക്കുന്നത് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റ്സ് എന്നായിരിക്കും. ഇത് ഒരു ഒന്നാമത്തെ ഓർബിറ്റ് ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ എസ് പി ഹൈബ്രിഡൈസേഷൻ ഒന്നാമത്തെയാണ്. ഇനി രണ്ടാമത് എടുക്കുന്നത് നമ്മൾ പിക്ക് അറിയാം, പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, അതേപോലെ പി ഇസഡ് ഉണ്ട്. ഇനി ഡിക്ക് അറിയാം നമുക്ക് എന്താ, ഡി 5. ഇത് 3 ആണെങ്കിൽ 3 ബോക്സസ് വരുന്നുണ്ടെങ്കിൽ ഡിക്ക് 5 ബോക്സ് വരുന്നുണ്ട് അല്ലെ? ഓർമ്മയുണ്ടല്ലോ, ഡി എക്സ് വൈ, ഡി ഇസഡ്, അങ്ങനെ നമുക്ക് കുറെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഡിയുടെ കേസിൽ നമുക്ക് 5 ഇലക്ട്രോൺസിനെ ആയിരിക്കും ഫില്ല് ചെയ്യാൻ പറ്റുക അല്ലെ? ബോക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ 5 ബോക്സ് അല്ലേ വരയ്ക്കുക? 5. പി എന്ന് പറയുമ്പോൾ നമ്മൾ 3 ബോക്സസ് ആണ് വരയ്ക്കുക. എസ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ബോക്സ് ആണ് വരയ്ക്കുക. അറിയാലോ, ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇതൊരു ജ്യൂസ് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും എടുത്തു, അതിൻ്റെ കൂടെ പാലും കൂടെ ചെയ്തിട്ട് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി. അതാണ് എസ് പി എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എസ് എടുത്തു, ഒരു പി എടുത്തു, വീണ്ടും ഞാനൊരു പിയും കൂടി ഇട്ടു. അതായത് ജ്യൂസ് എടുത്തു, ഒരു ഫ്രൂട്ട് എടുത്തു, മിൽക്ക് എടുത്തു, ഒരു ഐസ് ക്യൂബ് അതും കൂടെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ചോക്ലേറ്റ്, എന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് പുതിയതായിട്ട് ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ sp2 എന്ന് പറയാം. sp2നകത്ത് എത്ര ഗ്ലാസ് ഓഫ് ഇതായിരിക്കും കിട്ടുക? ഇപ്പൊ നമ്മൾ ജ്യൂസിന്റെ കേസ് എടുക്കുമ്പോൾ sp ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര, 2 കപ്പ് കിട്ടും. 2 കപ്പായിരിക്കും കിട്ടുക. ഈ 2 എന്ന് പറയുന്നത് ഞാനിപ്പോ കപ്പ് എന്ന് പറഞ്ഞാ ഇട്ടേക്കുന്നത്. എനിക്ക് 2 കപ്പായിരിക്കും കിട്ടുക. 2 കപ്പ്. അങ്ങനെയാണെങ്കിൽ sp2ന്റെ കേസ് എനിക്ക് എത്ര കിട്ടും? 3 ആൾക്കാരെയാണ്. 3 കപ്പ് എനിക്ക് കിട്ടും. അതായത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി. ഈ 2 എന്ന് പറയുമ്പോൾ 2 ആൾക്കാരെയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് 2sp ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അത് 2 ആയിരിക്കും. ഇനി s പ്ലസ് പി പ്ലസ് പി പ്ലസ് എന്ന് പറയുമ്പോൾ sp സ്ക്വയർ എന്ന് പറയുമ്പോൾ sp2 അല്ലെങ്കിൽ sp സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കപ്പായിരിക്കും കിട്ടുക. കാര്യം 3 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തത്. ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് പി പ്ലസ് പി പ്ലസ് പി, പി ഓർബിറ്റ്സിന്റെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. പി എക്സ്, പി വൈ, പി ഇസഡ്, അതിനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് വന്നു? sp³ വന്നു. അപ്പൊ എത്ര കപ്പ് കിട്ടും? 4 കപ്പ്. ഇൻഗ്രീഡിയന്റ് എത്ര? 4. 1 2 3 4. 4 വന്നപ്പോ sp³ വന്നു, അല്ലെങ്കിൽ sp3 എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ നാലാമത്തെ കേസാ. ഇനി പി എല്ലാം കഴിഞ്ഞു, പക്ഷെ നമുക്ക് spd ഉണ്ട്, ഡി ഓർബിറ്റ്സ് ഉണ്ട്. അപ്പൊ s പ്ലസ് പി പ്ലസ് പി പ്ലസ് പി പ്ലസ് ഡി അതും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? 1 2 3 4 5 ഇൻഗ്രീഡിയൻസ് വന്നു. 5 ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ sp3d എന്ന് പറഞ്ഞ ഓർബിറ്റ്സും കൂടെ വന്നു. sp3 sp³ d എന്ന് പറയാം, അല്ലെ sp3d എന്ന് നമുക്ക് പറയാം.
ഇത് വന്നു നാലാമത്തെ. ഇനി അഞ്ചാമത്തെ ഹൈബ്രിഡൈസേഷനാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എസ് പ്ലസ് പി പ്ലസ് പി പ്ലസ് പി പ്ലസ് ഡി പ്ലസ് ഡി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് sp3d² വന്നു അല്ലെ? sp3d². ഇത് നമുക്ക് വന്നു. ഇത് നമുക്ക് എത്ര പേര് വന്നപ്പോ? 1 2 3 4 5 6 പേര് വന്നപ്പോ. 6 പേര് വന്നപ്പോ ആദ്യം നമ്മളും വേറൊരു കൂട്ടുകാരനും കൂടെ മാത്രം വന്നപ്പോ നമുക്ക് sp2 കിട്ടിയെന്ന് വെക്കാം. ഇനി ഒരാളും കൂടെ വന്നു, 2 കൂട്ടുകാരും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ sp2 എന്ന് പറയാം. ഇനി 4 പേര്, അതായത് 3 കൂട്ടുകാരും ഞാനും കൂടെ ഉള്ളൂ. അപ്പൊ sp³ എന്ന് പറയാം. ഇനി എത്ര പേര്? 5 പേര് വന്നിട്ടുണ്ട്. 4 പേര് വന്നു, ഇൻക്ലൂഡിങ് എന്നെയും കൂടെ കൂട്ടി 5 പേരായി. അപ്പൊ sp3d എന്ന് പറയാം. ഇനി 6 പേര് വന്നിട്ടുണ്ടെങ്കിൽ sp3d² എന്ന് പറയാം. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഇതാ, ഇവരെല്ലാരും ഇമ്പോർട്ടൻ്റാ, പക്ഷെ ഇവര് 3 പേരും വെച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ഡി ഓർബിറ്റ്സ് വരുമ്പോൾ അതിന്റെ ഷേപ്പ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാര്യം ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ വരത്തില്ല. അതുകൊണ്ട് ഈ sp3dയും sp3d² നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ ഇല്ല. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞ 3 ആൾക്കാരുടെ ഷേപ്പ് നമുക്ക് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ, ഇവര് 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. sp2 sp3 മനസ്സിലായല്ലോ? sp-യും sp2-യും sp3-യും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ sp കൂട്ടുമ്പോ ഇൻഗ്രീഡിയൻസ് വെച്ച് ഓർത്താൽ മതി. 2 3 4 5 6 ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഒന്നി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് sp3 ഹൈബ്രിഡ് ആണ്, ഇത് ഹൈബ്രിഡ് ആണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാം ഇപ്പം NH3 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. NH3യെ എഴുതുക. എങ്ങനെ sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറയാൻ പറ്റും? അപ്പൊ നമ്മൾ ഈ NH3യുടെ ഇത് വെച്ചിട്ട് വേണം എഴുതാൻ. നമുക്ക് essay ക്വസ്റ്റ്യൻ പോലെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കാം. ഉണ്ടല്ലോ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലായിരിക്കും മിക്കവാറും ഹൈബ്രിഡൈസേഷന്റെ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ഇങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം? H2 തരാം. H2 എന്ന് പറയുന്ന വാട്ടർ തന്നിട്ട് ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് നോക്കുക. sp ആണോ, sp2 ആണോ, sp3 ആണോ, sp3d ആണോ, sp3d² ആണോ? ഇത്രയും ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കാം. sp ആണോ, sp2 ആണോ, sp3 ആണോ, sp3d ആണോ, sp3d² ആണോ? ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഒന്നി കോമ്പൗണ്ട് തന്നിട്ട് ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ചോദിക്കാം, അല്ലെ ഹൈബ്രിഡൈസേഷൻ തന്നിട്ട് ഏത് കോമ്പൗണ്ട് ആണെന്ന്. കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ ആയെന്നും നമ്മളോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷന്റെ കേസാണ് പറഞ്ഞത്. ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് sp-യും sp2-യും sp3-യും അതേപോലെ sp3d-യും അതേപോലെ sp3d² നമുക്ക് കിട്ടുമെന്ന് പറയും. ഇത്രയാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ sp എന്ന് പറയുന്നതിന് ഐഡന്റിക്കൽ ഷേപ്പും ആയിരിക്കും, അതേപോലെ ഈക്വൽ എനർജിയും ആയിരിക്കും. അതായത് അറ്റോമിക് ഓർബിറ്റ്സ് ഇത്രേ ഉള്ളൂ. നമ്മൾ അറ്റോമിക് ഓർബിറ്റ്സ് ആണ്. AO എന്ന് പറയുന്നത് ഞാൻ അറ്റോമിക് ഓർബിറ്റ്സ് ആണ്. അറ്റോമിക് ഓർബിറ്റ്സിനെ ഞാൻ ഇന്റർമിക്സ് ചെയ്യുന്നു. ഇന്റർമിക്സിങ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഹൈബ്രിഡൈസേഷൻ കിട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റ്സ് കിട്ടി. O എന്ന് പറയുന്ന ഹൈബ്രിഡ് ഓർബിറ്റ്സ് കിട്ടി. HO എന്ന് നമുക്ക് ഇടാം. അങ്ങനെ ഇടുന്ന സമയത്ത് ഇവിടെ ഡിഫറെന്റ്, അതായത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള എനർജീസ് ആയിരിക്കും. ഇവിടെ ഡിഫറെന്റ് എനർജി ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഇവിടെ എന്താ എനിക്ക് കിട്ടിയത്? സെയിം എനർജിയിലാണ്. അതായത് ഞാൻ എടുത്തത് ഡിഫറെന്റ് ക്വാണ്ടിറ്റി. അതായത് നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ഇപ്പൊ ഫ്രൂട്ട്സ് എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയല്ല മിൽക്ക് എടുക്കുക. ചെറിയൊരു വേരിയേഷൻ കാണും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ്
എന്തായിരിക്കും ഈക്വൽ എമൗണ്ട്, രണ്ട് കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഈക്വൽ എമൗണ്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്ന എനർജിയുടെ കേസിലായിരിക്കും. അപ്പൊ സെയിം എനർജിയാണ് നമുക്ക് കിട്ടുക. ഡിഫറെന്റ് എനർജിയിലുള്ള അറ്റോമിക് ഓർബിറ്റ്സ് ഇന്റർമിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെയിം എനർജിയിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഓർബിറ്റ്സ് ആയിരിക്കും. ഈ sp sp2 sp3 sp3d sp3d2 ഓക്കെ ആണല്ലോ. ഇവര് രണ്ടുപേരും നമുക്ക് അതായത് സ്ട്രക്ചർ വരയ്ക്കാനില്ല. കാരണം എന്താ, ഡി ഓർബിറ്റ്സ് കയറി വരുന്നുണ്ട്. ഇവര് മൂന്ന് പേരും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവര് മൂന്നുപേരെയും വെച്ച് പറയാം. ഇനി ഈ ഹൈബ്രിഡൈസേഷനിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ക്യാരക്ടർ ഓഫ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ക്യാരക്ടർ ഓഫ് ഹൈബ്രിഡൈസേഷൻ? 4 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റ്സ് ഫോംഡ് ഇൻ ഈക്വൽ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റ്സ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ. എത്രമാത്രം അറ്റോമിക് ഓർബിറ്റ്സിനെ നമ്മൾ കൊണ്ടുവരുന്നു അത്രയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നുണ്ടെന്നാ. അതായത് ഞാൻ പറഞ്ഞു എസിന്റെ കൂടെ പിയും കൂടെ കൂട്ടിയിട്ട് എനിക്ക് SP കിട്ടി. അപ്പൊ എസിന്റെ കൂടെ പി കൂട്ടിയപ്പോൾ SP2 കിട്ടി. എന്തുമാത്രം ഞാൻ കൂട്ടുന്നു, ഇൻഗ്രീഡിയൻസ് കൂട്ടുമ്പോൾ എനിക്ക് ജ്യൂസിന്റെ ടേസ്റ്റ് അല്ലെ ഷേക്കിന്റെ ടേസ്റ്റ് കൂടുതലല്ലേ, നല്ലൊരു ജ്യൂസ് കിട്ടില്ലേ. അതേപോലെ തന്നെയാണ് എത്ര ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നോ നമുക്ക് അത്ര എമൗണ്ട് ഓഫ് നമ്മൾ എടുത്തതിന് ഈക്വൽ എമൗണ്ട് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അതേപോലെയാണ് ഞാൻ ഇവിടെ എസിന്റെ കൂടെ പി കൂട്ടിയപ്പോൾ SP എനിക്ക് കിട്ടി. എസിന്റെ കൂടെ രണ്ട് പി ആഡ് ചെയ്തപ്പോൾ SP സ്ക്വയർ കിട്ടി. അതായത് 3 ഗ്ലാസ് കിട്ടും. 3 ഗ്ലാസ്സിനും ഈക്വൽ എനർജിയിലാണെങ്കിൽ 3 ഗ്ലാസ്, ഈക്വൽ എമൗണ്ടിലായിരിക്കും എനിക്ക് 3 ഗ്ലാസ് കിട്ടുക. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓർബിറ്റ്സ് ആർ ഓൾവേസ് ഇക്വലന്റ് ഇൻ എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ്. അതായത് ഹൈബ്രിഡ് ഓർബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ 3 ഗ്ലാസ് ഇതൊരു ഗ്ലാസ്, ഇതൊരു ഗ്ലാസ്, ഇതൊരു ഗ്ലാസ്, 3 ഗ്ലാസ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു അല്ലേ. ഇതൊരു ഗ്ലാസ്, ഇതൊരു ഗ്ലാസ്, ഇതൊരു ഗ്ലാസ്. അതായത് നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വരുമ്പോൾ ഈക്വൽ ആയിരിക്കും, സെയിം ഗ്ലാസ് ആയിരിക്കും. ഡിഫറെന്റ് ഗ്ലാസ് അല്ല ഇവിടെ എടുക്കുക. ഡിഫറെന്റ് ഗ്ലാസ് എടുക്കുന്നെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് ആയിപ്പോ. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ജ്യൂസ് കടയിൽ പോകുമ്പോൾ മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട് അല്ലെ. മീഡിയം കപ്പ് ഉണ്ട്, സ്മോൾ കപ്പ് ഉണ്ട്, ലാർജ് ഉണ്ട്. സ്മോൾ കപ്പിലെല്ലാം ഈക്വൽ എമൗണ്ട് ആയിരിക്കും ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. മീഡിയം കപ്പിലെല്ലാം ഈക്വൽ എമൗണ്ട് ആയിരിക്കും, ലാർജില് അതനുസരിച്ച്. ഇപ്പം സ്മോൾ എടുത്തിട്ട് ലാർജിന്റെ ക്വാണ്ടിറ്റി കൊള്ളുമോ എന്ന് ചോദിച്ചാൽ കൊള്ളില്ല. അതേപോലെ സ്മോളിന്റെ എടുത്തിട്ട് സ്മോളിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കില്ല ലാർജില്. ആ കപ്പില്, അതായത് നമ്മൾ എടുക്കുന്ന ഏത് കപ്പാണോ അതിൽ വേരിയേഷൻസ് വരാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ, ഈക്വൽ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ, ഈക്വൽ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തന്നേ ഉള്ളൂ. ദ ഹൈബ്രിഡ് ഓർബിറ്റ്സ് ആർ ഓൾവേസ് ഈക്വലന്റ് ഇൻ എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ്. ഇനി നമ്മളോട് ചോദിച്ചത് ഹൈബ്രിഡ് ഓർബിറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു സം ഫിക്സഡ് പൊസിഷൻ ഇൻ സ്പേസ്. അതായത് ഞാൻ പറഞ്ഞു ഇപ്പം ഈ SP-യുടെ കേസില് ഒരു സ്ട്രക്ചർ വരും അല്ലെ, നമുക്കൊരു സ്ട്രക്ചർ വരും. SP മോളിക്യൂൾസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഓർബിറ്റ്സ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രക്ചർ കിട്ടും, ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് എന്താ, ഫിക്സഡ് ആയിരിക്കും. നമ്മൾ കുറെ ഷേപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലീനിയർ ഷേപ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളേ, നമ്മൾ ഒരു 6 ഷേപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതെന്താ, ലീനിയർ ഷേപ്പ് ആണ്. ഇത് ഒന്നാമത്തെ ഷേപ്പ് ലീനിയർ ആണ്. രണ്ടാമത്തെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ട് ഏതാ, ട്രയാങ്കിൾ പ്ലാനർ ഷേപ്പ് പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഷേപ്പ് നമ്മൾ പറഞ്ഞ എന്താ, ടെട്രാഹെഡ്രൽ ഷേപ്പ് പറഞ്ഞിട്ടുണ്ട്. നാലാമത് നമ്മൾ പഠിച്ച ഷേപ്പ് ഏതാ, ഞാൻ ഒന്നും കൂടെ വരച്ച് നിങ്ങൾക്ക് കാണിക്കാവേ, ഇവിടെ എനിക്ക് സ്പേസ് കിട്ടാത്തോണ്ട. ഒന്നാമത്തെ ഷേപ്പ് നമ്മൾ പറഞ്ഞ ലീനിയർ ഷേപ്പ് ആണ്, ഇതാ ഇങ്ങനെ വരും. രണ്ടാമത്തെ ഷേപ്പ് നമ്മൾ പറഞ്ഞ ട്രയാങ്കിൾ പ്ലാനർ ആണ്, അതിതാ ഇങ്ങനെ വരും. മൂന്നാമത് നമ്മൾ ഷേപ്പ് പറഞ്ഞ ടെട്രാഹെഡ്രൽ ആണ്, ഇതാ
ടെട്രാഹെഡ്രൽ ആണ്. ഇത് ഒന്നാമത്തെ ഷേപ്പ്, രണ്ടാമത്തെ ഷേപ്പ്, മൂന്നാമത്തെ, നാലാമത്തെ ഷേപ്പ് നമ്മൾ പറഞ്ഞ ട്രയാങ്കിൾ ബൈ പിരമിഡ് ആണ്. ട്രയാങ്കിൾ ബൈ പിരമിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അഞ്ചാമത് നമ്മൾ വരച്ച എന്താണ്? അഞ്ചാമതായിട്ട് നമ്മൾ പഠിച്ചത് ഇത് ലീനിയർ, ഇത് ട്രയാങ്കിൾ പ്ലാനർ, ഇത് ടെട്രാഹെഡ്രൽ, ഇത് ട്രയാങ്കിൾ ബൈ പിരമിഡ്. പിന്നെ നമ്മൾ ആറാമതായിട്ട് പഠിച്ചത് ഒക്ടാഹെഡ്രൽ അല്ലേ. അഞ്ച് ഷേപ്സ് അല്ലേ നമ്മൾ ജോമെട്രി പഠിച്ചത്. ഇതിനെ വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ മിസ്മാച്ച് ചെയ്ത് പഠിച്ചത്. അഞ്ചാമത്തെ വരുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒക്ടാഹെഡ്രലും പഠിച്ചു. ഇങ്ങനെ ഷേപ്സ് ആണ് നമ്മൾ ലീനിയർ, ട്രയാങ്കിൾ പ്ലാനർ, ടെട്രാഹെഡ്രൽ, ട്രയാങ്കിൾ ബൈ പിരമിഡ്, ഒക്ടാഹെഡ്രൽ. ഇത്രയും ഷേപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 5 ഷേപ്പിൽ നിന്നും നമുക്ക് ഒരു മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റുന്ന നമ്മൾ പറഞ്ഞു. അതായത് എന്ത്? വാലൻസ് ഇലക്ട്രോൺ ഷെയർ VSC, നമ്മൾ വാലൻസ് ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറി വെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിച്ചോട്ടെ, ഇവിടെ നമ്മൾ കുറെ ഇത് പഠിച്ചിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു അല്ലെ. നമ്മളിപ്പോ കുറെ നേരമായിട്ട് sp2 sp3 അതേപോലെ sp3d sp3d², ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഷേപ്പ് നമ്മൾ ഇതിൽ നിന്നും പറയാൻ പറ്റും. ഈ sp ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ sp എടുക്കുക, നമ്മൾ sp ഹൈബ്രിഡ് ആയിട്ടുള്ളതിന്റെ നമ്മൾ പറയാണ് ലീനിയർ ആണെന്ന്. നമ്മൾ പറയാം ലീനിയർ ഷേപ്പ് ആണ്. അതായത് നമുക്കറിയാം ഓവർലാപ്പിംഗ് മിസ് പറഞ്ഞു അല്ലെ. മിസ് ഓവർലാപ്പിംഗ് പറഞ്ഞപ്പോ പറഞ്ഞു SS ഓവർലാപ്പിംഗ് ഉണ്ട്, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ SP ഓവർലാപ്പിംഗ് ഉണ്ട്, മൂന്നാമത്തത് PP ഓവർലാപ്പിംഗ് ഉണ്ട്. ഇത് മൂന്നും സിഗ്മ ബോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വരുന്നതാണ് എന്ത്? പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പൈ ബോണ്ട് എന്നാണെന്നും പറഞ്ഞു. ഇതിനെ സിഗ്മ ബോണ്ട് എന്നും പറഞ്ഞു അല്ലെ. സിഗ്മ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ട് SS എന്ന് പറയാം, ഇത് S ഓർബിറ്റ് ആണ്. ഇപ്പൊ SS ഓർബിറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞതാ. ഈ SS ഓർബിറ്റിൽ വരുമ്പോൾ രണ്ട് ഹെഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ഈ ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നത്. ഇത് സിഗ്മ ബോണ്ട് ആണ്. അത് ആക്സിയൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സിഗ്മ ബോണ്ട് ആണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ വരുന്നതിന് എന്ത്? പൈ. നമ്മുടെ P ഓർബിറ്റിന്റെ ഷേപ്പ് ആണ് ഇത്. പൈ ബോണ്ട് ആണ് വരുന്നത്. എന്താണ് പൈ ബോണ്ട്? ഇത് പൈ ബോണ്ട് ആണ്. പക്ഷെ എന്താണ്? പൈ ബോണ്ടുകൾ തമ്മിലുള്ളതാണ്. ഈ ഷേപ്പിനെ നമ്മൾ പറയുന്നത് നമ്മുടെ P ഓർബിറ്റിന്റെ ഷേപ്പാണ്. S ഓർബിറ്റ് വരുമ്പോൾ വട്ടത്തിലും P ഓർബിറ്റ് വരുമ്പോൾ എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു ബോ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ P ഓർബിറ്റ് എന്ന് പറയുന്നത്. P ഓർബിറ്റ് ബോ പോലെ ഇരിക്കും. ഒരു ബോൾ ആണെങ്കിൽ അത് S ഓർബിറ്റ് ആയിരിക്കും. D ഓർബിറ്റിന്റെ കേസ് നമ്മൾ ഇവിടെ പറയത്തില്ല. കാരണം എന്താ? D ഓർബിറ്റിന്റെ ഷേപ്പ് നമ്മൾ പറയുന്നില്ല. എസും P ആണ്. ഇത് S ആണ്, ഇത് P ആണ്. ഈ P തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നേരെ ആക്കുമ്പോൾ, P ഒന്ന് നേരെ ആക്കി അത് പൈ ആയി. ഇങ്ങനെ വരുമ്പോഴും സിഗ്മ ബോണ്ടാന്ന് പറഞ്ഞു അല്ലെ. എന്താ ഇങ്ങനാണെന്ന് പറഞ്ഞു. ഈ കേസിൽ നമ്മൾ ഇവിടെ പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. അതായത് നമ്മൾ SS ഓർബിറ്റ് വരുമ്പോൾ ഒരു ചെറുത് ഒരു വലുത്, ഇവിടെ ഒരു ചെറുത്, ഇവിടെ ഒരു വലുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോ ഞാൻ ചരിച്ചാണ് വരച്ചിരിക്കുന്നത്. ഞാൻ നേരെ വരച്ച് കാണിക്കാം. ഒരു ചെറുത് ഒരു വലുത്, ഒരു ചെറുത് ഒരു വലുത്. ഇങ്ങനെ എഴുതുമ്പോ ഇതെന്താ? ഒരു ബോ പോലെ അല്ലെ. ഒരു ബോ പോലെ, ഒരു ചെറുത് ഒരു വലിയത്.
ഇത് തന്നെയല്ലേ നമ്മുടെ ലീനിയർ എന്ന് പറയാം. ലീനിയർ എന്ന് നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ലീനിയർ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ബി സെൻട്രൽ ആറ്റം ബി അല്ലെ, ഇവര് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ഇങ്ങനല്ലേ. ഇത് അതുപോലല്ലേ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറയാണ് ഇപ്പം എസ് ഓർബിറ്റ് ആണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നെങ്കിൽ എസ് ഒരു എസ് ഓക്കെ ആണല്ലോ. അതായത് ഓർബിറ്റ്സ് ഒരു എസ് ഓവർലാപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരും. എസ് ആണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ബോണ്ടിനെ നമുക്ക് സിഗ്മ ബോണ്ട് എന്ന് വിളിക്കാം. ഈ സിഗ്മ ബോണ്ട് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. സിഗ്മ ബോണ്ടിന്റെ കേസിൽ ഞാൻ പറഞ്ഞു അല്ലെ, സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നവരെ നമ്മൾ സിഗ്മ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഓവർലാപ്പിങ് അങ്ങനെ വരുമ്പോ ഇതൊരു ഫിക്സഡാ, ഇതിനൊരു ചേഞ്ചും ഇല്ല, ഇതൊരു ഫിക്സഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു BCl2 എടുക്കുക. BCl2 എടുക്കുന്ന സമയത്ത് BCl2 ആണ് എടുക്കുന്നത്. ബി ആയിരിക്കും സെൻട്രൽ ആറ്റം എന്ന് എനിക്കറിയാം. Cl ഇവിടെ, Cl ഇവിടെ. ഇങ്ങനെ വരുമ്പോ ഒരു ലീനിയർ സ്ട്രക്ചർ ആണ് ലീനിയർ. ഇത് ബോണ്ട് ചെയ്യുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ചെയ്ത ഒരു ബോണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ ഫിഗറിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു ഒരു ഫിക്സഡ് പൊസിഷന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫിക്സഡ് പൊസിഷൻ കാണുമെന്ന്, ഒരു ഡയറക്ഷൻ, ഫിക്സഡ് ഡയറക്ഷൻ കാണും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പൊസിഷൻ കാണും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനാണ്. നമ്മൾ ലീനിയർ സ്ട്രക്ചർ പഠിച്ചു, നമ്മൾ ജോമെട്രി വെച്ച് നമ്മൾ ഷേപ്സ് പറഞ്ഞിരുന്നു. ആ ഷേപ്പിനകത്ത് ലീനിയർ ഷേപ്പ് പറഞ്ഞു. BCl2 ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അത് എഴുതുമ്പോൾ നമുക്ക് ലീനിയർ ഷേപ്പിലേക്കാണ് വരുന്നത്. ഇവര് തമ്മിലുള്ള ആംഗിൾ 180 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഇത് എഴുതുമ്പോൾ നമ്മൾ 1x2 2s2 ഇതിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പിലേക്ക് വരും. എസ് ഓർബിറ്റ് ആണെങ്കിൽ ബോള് പോലെ, പി ഓർബിറ്റ് ആണെങ്കിൽ ബോ പോലെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 8 എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റിയുടെ സൈൻ അത്ര ഓർത്താൽ മതി. ഇനി ഇത് രണ്ടും നമുക്ക് സിഗ്മ എന്ന് പറയാം. ഇനി നേരെയാണ് നമ്മുടെ പി ഓർബിറ്റ്സ് വരുന്നെങ്കിൽ അത് പൈ ബോണ്ട് ആയിരിക്കും. ഇത്രയും നിങ്ങൾക്ക് ഓർത്തിരിക്കാലോ. ക്യാരക്ടർ ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ പോയിന്റ്, സോ ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾസ്. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് പറയാൻ പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓക്കെ, നമ്മുടെ ക്യാരക്ടേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. 4 പോയിന്റ് എന്തൊക്കെയായിരുന്നു നമ്മളൊന്ന് പറഞ്ഞത്. എത്രമാത്രം നമ്മൾ അറ്റോമിക് ഓർബിറ്റ്സ് എടുക്കുന്നോ അത്രയും നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റ്സ് കിട്ടും. അത് ഈക്വൽ, അതായത് ഫിക്സഡ് ഷേപ്പിലാണ് നമ്മൾ വെച്ചേക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അതിന് ഐഡന്റിക്കൽ ഷേപ്പ് ഉണ്ട്, സെയിം എനർജി ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഫിക്സഡ് പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഹൈബ്രിഡൈസേഷൻ ആണ് എന്ത് തരുന്നത്, ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി 3 ഇമ്പോർട്ടൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ ക്യാരക്ടറും നമ്മൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ്, ഈ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് കണ്ടീഷൻ? ദ ഓർബിറ്റ്സ് പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആർ ദ ആറ്റംസ് ആർ ഹൈബ്രിഡൈസ്ഡ്. അതായത് ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺ നമ്മളിപ്പോ എഴുതും 1s2 2s2 2p3 എന്നോ അല്ലെങ്കിൽ 2p6 വരെ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 3 എടുത്തു. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പറഞ്ഞ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിനെയാണ് GS എന്ന് പറയുന്നത്. അതെന്താണ്? SPS 2s2 2p3 ആണ്. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നത് 2s2 2p3. ഇത്രയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരിക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അവരെ വെച്ചിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. പിന്നെ പറഞ്ഞത് the orbits undergoing hybridization should have almost equal energy. എന്താണ്? ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷനിൽ കിട്ടുന്ന എനർജി എന്തായിരിക്കും? ഓർബിറ്റ്സിന്റെ എനർജി ഈക്വൽ ആണ്. ഈക്വൽ എനർജി ആണ് നമുക്ക് കിട്ടുന്നത്, ഓൾമോസ്റ്റ് ഈക്വൽ എനർജിയാണ്.
പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ബിഫോർ ഹൈബ്രിഡൈസേഷൻ. നമുക്ക് ഈ ഹൈബ്രിഡൈസേഷനകത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2s-നകത്ത് 2 ഇലക്ട്രോൺ, Pക്കകത്ത് 3 ആൾക്കാര്, 1 2 3. ഇപ്പൊ ഈ 3 ആൾക്കാരെ വന്നു, ഇത് ഹാഫ് ഫിൽഡും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഹാഫ് ഫില്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞു, പ്രൊമോഷന്റെ ആവശ്യമില്ല. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ES എന്ന് പറയുന്നത്. ES എങ്ങനെ വരും? ES എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ടെൻഡൻസി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ, ഈ കേസില് ഹൈബ്രിഡൈസേഷൻ കണ്ടീഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ് ആണ്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്താന്ന് പറഞ്ഞു, ക്യാരക്ടർ എങ്ങനെ ആവും എന്ന് പറഞ്ഞു. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷനകത്ത് 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വാലൻസ് ഷെല്ല്. നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു കോമ്പൗണ്ട് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ഇപ്പൊ ഞാൻ എക്സാമ്പിള് ഒരു കോമ്പൗണ്ട് ഒരു കോൺഫിഗറേഷൻസ് എഴുതിയിട്ടുണ്ട്, 1s2 2s2 2p3. അപ്പൊ ഇതിന്റെ GS എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഈ GS എന്ന് പറയുന്ന ലാസ്റ്റ് ഉള്ള 2 ആൾക്കാരാണ് GS-നകത്ത് വരുന്നത്, 2s2 2p3. ഇങ്ങനെ വരുമ്പോൾ ഇവരെ നമ്മൾ എഴുതുന്നത് എന്താ, ഇത് S ഓർബിറ്റിന്റെ കേസാണ്. അവിടെ 2 ഇലക്ട്രോൺ ആണ്, മുകളിൽ 2 ഇലക്ട്രോൺ വന്നു. Pയുടെ കേസിൽ 3 ഇലക്ട്രോൺ വരും. അപ്പൊ ഓരോ ഓർബിറ്റ്സിലും ഓരോ ഇലക്ട്രോൺ വെച്ച് ആഡ് ചെയ്ത് പോവാം. ഇത് ഇവിടെ ഇപ്പൊ 4 ആണ് വന്നിരുന്നെങ്കിലോ, ഇവിടെ ഇപ്പൊ ആക്ച്വലി 3 നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇപ്പൊ ഇവിടെ 4 ആണെന്ന് പറയാണ്, ഇവിടെ 4 ആണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 3 പേര് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഒരാള് ഇങ്ങോട്ട് വരത്തുള്ളൂ. അതേപോലെ ES എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ S ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, അങ്ങോട്ട് P ഓർബിറ്റിലോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചാടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, 3 പേര് ഓൾറെഡി ഇതിനകത്തുണ്ട് അല്ലെ. അപ്പൊ 2 പേര് 3 ആൾക്കാരുണ്ട്. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും, 2 പേര് വെച്ച് ഇവിടെ ഫില്ല് ചെയ്ത് പോകും. ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ 4 പേരല്ല 3 ആൾക്കാരാണ്. ഇൻ കേസ് 4 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോവാ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് മിസ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാണ് ഈക്വൽ എനർജി. നമുക്കറിയാം ഓർബിറ്റ്സ് അണ്ടർഗോയിങ് എ ഈക്വൽ എമൗണ്ട് ഓഫ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജിയിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെന്ന്. പിന്നെ ഈ പ്രൊമോഷൻ പറഞ്ഞാണ്. ഇനി ഈ ചില കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുന്നത്. അതായത് ഇലക്ട്രോൺസിന് ചാടാൻ പറ്റത്തില്ല. അതായത് S ഓർബിറ്റിൽ 2 ആൾക്കാർ കാണും, പക്ഷെ P ഓർബിറ്റ്സിൽ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ ഇരിക്കും. ഓരോ ഇലക്ട്രോൺ ഹാഫ് ഫിൽഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഇലക്ട്രോണിന് P ഓർബിറ്റിലോട്ട് കയറാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ES സ്റ്റേറ്റും ഉണ്ട്. അതായത് GS സ്റ്റേറ്റ് തന്നെ ES സ്റ്റേറ്റ് ആവുന്ന കേസും ഉണ്ട്. അതൊരു പ്രശ്നമല്ല ഇവിടെ. അതാണ് പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് എസെൻഷ്യൽ കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മുടെ ഹൈബ്രിഡൈസേഷനെ ബാധിക്കുന്നില്ല. പിന്നെ പറഞ്ഞത് കംപ്ലീറ്റ് ഫിഡഡ് ഓർബിറ്റ്സ് ഓഫ് ദ വാലൻസ് ഷെൽ ക്യാൻ ഓൾസോ ടേക്ക് എ സ്പാർക്ക് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷനകത്ത് ഹാഫ് ഫില്ല് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, കംപ്ലീറ്റ് ഫില്ല് ആയിട്ടുള്ള ആൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റും. ഇതാണ് പറയുന്നത്. പക്ഷെ ഓവർലാപ്പിന്റെ കേസിൽ എന്തിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്, ഓവർലാപ്പിന്റെ കേസിൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഓവർലാപ്പിങ്ങിന് ഹാഫ് ഫില്ല് ആയിട്ടുള്ളവരെ പറ്റൂ. ഓവർലാപ്പിന് ഹാഫ് ഫില്ല് തന്നെ വേണം. ഹാഫ് ഫിൽഡ് അതായത് ഓൾറെഡി ഓർബിറ്റ്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, കംപ്ലീറ്റ് ഫില്ലിനെയാണ് ഇലക്ട്രോൺസ് വന്ന് കംപ്ലീറ്റ് ഫില്ല് ഓർബിറ്റിന് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ഹാഫ് ഫില്ലാണെങ്കിൽ ഓരോ ഇലക്ട്രോൺ വെച്ച് വരും. അപ്പൊ പുതിയ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഇവിടെ ഓരോ ഇലക്ട്രോൺസ് കയറും. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ, ഹൈബ്രിഡൈസേഷൻ നടന്നു. ഹാഫ് ഫില്ല് ആയിട്ടുള്ളിടത്തേക്കല്ലേ ഒരു ഇലക്ട്രോണിന് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഹൈബ്രിഡൈസേഷൻ നടക്കാൻ പറ്റൂ. അതാണ് പറഞ്ഞത്. ഓവർലാപ്പിന്റെ കേസിൽ ഹാഫ് ഫില്ല് ആയിട്ടുള്ളവർക്കേ പറ്റൂ ഓവർലാപ്പ് ചെയ്യാൻ. അതായത് ഇലക്ട്രോൺസിന് അവിടെ സ്പേസ് വേണം. പക്ഷെ ഹൈബ്രിഡൈസേഷനകത്ത് ആർക്കും പങ്കെടുക്കാം,
നമ്മുടെ കംപ്ലീറ്റ് ഫിൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിട്ടുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അതാണ് നമ്മുടെ ഈ പോയിന്റ്. ഇമ്പോർട്ടന്റ് ലാസ്റ്റ് പോയിന്റ് അതാണ്. ഈ 4 പോയിന്റ് ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ഓവർലാപ്പിന്റെ കണ്ടീഷൻസ് ആണ് ഇത് പറയാൻ പോകുന്നത്. ഓവർലാപ്പിന്റെ കണ്ടീഷൻ ഇപ്പൊ നമ്മൾ വാട്ടർ ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യാന്ന് മിസ് പറഞ്ഞു അല്ലെ. 2 ഹെഡുകൾ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. ഈ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് മിസ് ഒന്നും കൂടെ നന്നായിട്ട് വരച്ചു കാണിക്കാം. ഒരു എസ് ഓർബിറ്റും വേറൊരു എസ് ഓർബിറ്റും കൂടെ വന്നിട്ട് ഓവർലാപ്പ് ചെയ്തു. ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഹാഫ് ഫില്ലാണെങ്കിൽ മാത്രമേ വന്ന് ഒരു ഇലക്ട്രോണിന് ഫില്ല് ചെയ്ത് അത് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓവർലാപ്പിന്റെ കണ്ടീഷൻ ഹാഫ് ഫില്ലായിരിക്കണം. അതാണ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റ്സ്. അറ്റോമിക് ഓർബിറ്റ്സ് ഹാഫ് ഫില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ഓവർലാപ്പിംഗ് നടക്കുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് തന്നെ അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ഓർബിറ്റ്സ് ഹാവ് ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഒന്നുമില്ല, നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു ഇലക്ട്രോൺ ഇങ്ങനെ പോകണം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ ഒരാള് മുകളിലോട്ട് പോകുമ്പോൾ താഴേക്കാണ് അടുത്ത ആള് പോകേണ്ടത്. അല്ലാതെ ഒരാള് മുകളിലോട്ട് പോകുമ്പോൾ വേറൊരാള് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആവോ? ഇല്ല. അത്രേ ഉള്ളൂ. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഓവർലാപ്പിംഗ് ഓർബിറ്റ്സ് ഹാവ് ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ്. പിന്നെ പറയുന്നത് പെയർ ഇലക്ട്രോൺസ് ഫോം എ സ്റ്റേബിൾ ബോണ്ട്. അതായത് ഒരു സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാകണം. ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഇവിടെ മിക്കവാറും കോവാലന്റ് ബോണ്ട് ആണ് ഉണ്ടാകുന്നത്. എന്ത് ബോണ്ടാ? കോവാലന്റ് ബോണ്ട്. ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേബിൾ ബോണ്ട് പെയറിംഗ് ആയിരിക്കണം. ആര് തമ്മിൽ? ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് തമ്മിൽ. ഇതാണ് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ലെന്ത്. ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആണ്. ഈ കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് പറയുന്നത് ആരാ? സ്ട്രെങ്ത് പറയുന്ന ഒന്നുമില്ല, നമ്മൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ പൈ ബോണ്ടിനാണ് സിഗ്മ ബോണ്ടിനാണ് പൈ ബോണ്ടിനെക്കാട്ടിലും സ്ട്രെങ്ത് വരിക. കാരണം നമ്മൾ പൈ ബോണ്ട് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു അല്ലെ, ഇങ്ങനാണെങ്കിലാണ് പൈ ബോണ്ടുകൾ വരിക. പകരം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് സിഗ്മ ബോണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പൈ ബോണ്ട് ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന സിഗ്മ ബോണ്ട് എന്നാ. അപ്പൊ ഈ സിഗ്മ ബോണ്ടിനാണ് പൈ ബോണ്ടിനെക്കാട്ടിലും സ്ട്രെങ്ത്. ബോണ്ട് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ഓൺ എക്സെപ്റ്റ് വിത്ത് ആൻ ഓവർലാപ്പിംഗ്. ഗ്രേറ്റർ ഓവർലാപ്പിംഗ് ഗ്രേറ്റർ ബോണ്ട്. കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സിഗ്മ ബോണ്ടിന് കോവാലന്റ്, അതായത് തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ ആരെക്കാട്ടിലും? പൈ ബോണ്ടിനെക്കാട്ടിലും. അതാണ് നാലാമത്തെ പോയിന്റിനകത്തും പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ, ഈ ഗ്രാഫും ഈ ഫിഗറും ഒക്കെ. ഇതൊന്നും നിങ്ങൾ എക്സാമിന് എഴുതണ്ട, പോയിന്റ്സ് മാത്രം എക്സാമിന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇതാണ് ഓവർലാപ്പിന്റെ കണ്ടീഷൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു, ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടർ പറഞ്ഞു, ഹൈബ്രിഡൈസേഷന്റെ കണ്ടീഷൻസ് പറഞ്ഞു, പിന്നെ ഓവർലാപ്പിന്റെ കണ്ടീഷൻസും ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാം. എന്താ നമ്മൾ പോകുന്നത്? ഹൈബ്രിഡൈസേഷൻ. നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ട് sp2, അതേപോലെ sp3, അതേപോലെ sp2d, sp2d ക്യൂബ് അല്ല d സ്ക്വയർ. ഇങ്ങനെ മിസ് കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മിസ് പറയുന്നില്ല അല്ലെ. അപ്പൊ മിസ് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എന്താ? sp, sp2, sp3. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് sp-നെ കുറിച്ച് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന sp ഹൈബ്രിഡൈസേഷനെ കുറിച്ച്. sp ഹൈബ്രിഡൈസേഷൻ എങ്ങനെ വരുന്നു? ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ BeCl2. നമ്മൾ എടുക്കുന്നത് BeCl2 ആണ് എടുക്കുന്നത്. Be എന്ന് പറയുന്നതിന്റെ 4 ആണ് അറ്റോമിക് നമ്പർ എന്നറിയാം. അപ്പൊ നമ്മള് ഗ്രൗണ്ട്, അതായത് സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അറിയാം 1s2 2s2 ആണെന്ന്. അപ്പൊ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഏത് വരും?
നമ്മുടെ ഈ S2 ആണ് നമ്മൾ എടുക്കുന്നത്. ഈ S2 ആണ് 2s2 ആണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 2s2 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നതാ 2s2 ആണ് നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞല്ലേ. 2s2നെ നമ്മൾ എഴുതുന്നതാ ഒരു ബോക്സ് 2 ഇലക്ട്രോൺ അല്ലെ. മുകളിൽ എത്ര വരെ 2s2ന് 2 ആണ് വരുന്നത്, 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ്, നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും അല്ലെ. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പറഞ്ഞത് എസിന്റെ കേസ്. അപ്പൊ ഇവിടെ ആരുണ്ട്? നമ്മുടെ ഇവിടം കൊണ്ട് തീർന്നു. പക്ഷെ നമുക്ക് എസ് എന്ന് പറയുമ്പോൾ 2s ഉണ്ട്, 2p ഉണ്ടെന്നറിയാം. അതേപോലെ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട് അല്ലെ. ഇങ്ങനത്തെ കേസസ് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നില്ല, പക്ഷെ ഇവിടെ ആരുണ്ട്? p ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? 2p0 വരും അല്ലെ. അതുകൊണ്ട് 2p0, അവിടെ ഇലക്ട്രോൺസ് ഇല്ല. പക്ഷെ p എന്ന് പറയുമ്പോൾ 3 ബോക്സസ് വരുമെന്ന് നമുക്കറിയാം. 3 ബോക്സസ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരാ? 2 ആൾക്കാരാണ് വരുന്നത്. അതായത് പുതിയതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതിന്റെ എക്സൈറ്റഡ് ഈ ഓൾറെഡി ഉള്ള ഇൻഗ്രീഡിയന്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? പിയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ കാണും. 3 ആൾക്കാർ കാണും. അതിൽ ഒരു ഇലക്ട്രോണിലേക്ക് പോകും. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തായി? 2 ആയി അല്ലെ. അങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വരിക. അപ്പൊ ഇത് എസ് ആണ്, ഇത് പി ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? sp ഹൈബ്രിഡ് കിട്ടി. xp ഹൈബ്രിഡ് അല്ലെ. sp-HO എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓർബിറ്റ്സ് ആണ്. sp ഹൈബ്രിഡൈസേഷൻ കിട്ടി. sp ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ആദ്യം BeCl2 ആണ് എടുത്തത്. B എന്ന് പറയുമ്പോൾ 1s2 2s2 2p0 ആണ് വരിക. Cl ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ Clന്റെ കേസ് നോക്കണ്ട. ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുമ്പോൾ 2s2 2p0 വരും. അപ്പൊ ഇലക്ട്രോൺസ് ആദ്യം എസിൽ മാത്രമായിരിക്കും. എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുമ്പോൾ ഇലക്ട്രോൺസ് അപ്പുറത്തേക്ക് ചാടും. അപ്പൊ എസിൽ നിന്ന് എക്സിൽ ഒരു ഇലക്ട്രോണും പിയിൽ ഒരു ഇലക്ട്രോണും വരും. അങ്ങനെയാണ് sp ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടി. എഴുതുമ്പോ എങ്ങനെ എഴുതും? ഇങ്ങനെ വരും അല്ലെ. sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ബോക്സ്. എത്ര ബോക്സ്? sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ബോക്സ് ആണ് വരിക. ഇവിടെ 2 ഫില്ല് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വന്നു കഴിഞ്ഞേ അത് ഞാൻ പറഞ്ഞുതരാം. sp എന്ന് പറയുമ്പോൾ 2 ബോക്സസ് വരും. കാര്യം 2 ഇൻഗ്രീഡിയൻസ് അല്ലേ. ഓൾറെഡി നമ്മുടെ എസിനകത്ത് ഒരാളുണ്ട്, പിക്കകത്ത് ഒരാളുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ക്ലോറിനിലേക്കാണ് വരുന്നത്. ക്ലോറിൻ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 2 ആൾക്കാരാണ് വന്നത്. അതുകൊണ്ട് ഫില്ല് ചെയ്തു. sp ഹൈബ്രിഡൈസേഷൻ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ക്ലോറിന്റെ ബോണ്ടാണ്. പി ആണ് ലാസ്റ്റ് വന്ന ആള്. പി വരുന്നോണ്ട് നമുക്കറിയാം ഇങ്ങനാണ് ഓർബിറ്റ്സ് വരിക. പി ഓർബിറ്റ്സ് വരുന്നത് ഇങ്ങനാണ്. ഓക്കെ ആണല്ലോ. ബിയുടെ അവിടെയോ എസ് ഓർബിറ്റ്സ് ആണ് വരിക. അതൊരു ബോള് പോലെ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ ഷേപ്പിന്റെ കേസിലേക്ക് പോകുമ്പോൾ നമ്മൾ sp എന്ന് പറയുമ്പോൾ sp2ഉം sp3യുടെയും സെയിം ഷേപ്പാണ് വരുന്നത്. sp sp2 sp3 എന്ന് പറയുന്നത് സെയിം ഷേപ്പാ. എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുത് ഒരു വലുത്, ഒരു ചെറുത് ഒരു വലുത്. ഇത് sp-യുടെ സ്ട്രക്ചർ. ഇനി നമ്മൾ sp2ന്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ sp2ന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. sp2ന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഇത് sp2 എന്ത് ചെയ്യും? ഇവിടെ ഒരു ചെറുത്, ഇവിടെ ഒരു വലുത്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുത്, പിന്നെ ഇവിടെ ഒരു വലുത്, ഇവിടെ ഒരു കുഞ്ഞ്, പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുത്. അതായത് നമ്മുടെ ട്രയാങ്കിൾ പ്ലാനർ ഷേപ്പിൽ വരും. ഇത് നമ്മുടെ ലീനിയർ ഷേപ്പിൽ വരും. ഇത് ട്രയാങ്കിൾ പ്ലാനർ ഷേപ്പ്. ഇനി sp3യുടെ കേസിൽ പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുത്. ഇങ്ങനെ വരും അല്ലെ. ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുതാണ് വരിക. ഇങ്ങനെ വരും. ഇവിടെ ഒരു കുഞ്ഞു സാധനമാണ് വരുന്നത്.
ഇത് ട്രയാങ്കിൾ ടെട്രാഹെഡ്രൽ, ഇത് ട്രയാങ്കിൾ പ്ലാനർ, ലീനിയർ, ട്രയാങ്കിൾ പ്ലാനർ, ടെട്രാഹെഡ്രൽ. sp3, sp2, sp-യുടെ കേസിൽ ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നതാ ഇവിടുത്തെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ. ഇത്രയും ഷേപ്സ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു sp എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഒരു കുഞ്ഞു സാധനം, ഇവിടെ ഒരു വലുത്, ഇവിടെ ഒരു കുഞ്ഞു സാധനം, ഇവിടെ ഒരു വലുത്, ഇങ്ങനെ ആയിരിക്കും വരയ്ക്കാന്ന് പറഞ്ഞു. ലീനിയർ സ്ട്രക്ചർ ആണെന്നും നമ്മൾ പറഞ്ഞു. ലീനിയർ ആണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഇതിന്റെ കേസിൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുത്, ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ ഒരു വലുത്, ഇങ്ങനെയാണ് ഷേപ്പ് വരിക. ഇതിനകത്ത് p ഓർബിറ്റ്സ് വന്നു. p ഓർബിറ്റ്സ് ആ വരുന്നേന്ന് പറഞ്ഞു അല്ലെ. ഞാൻ കുറച്ചുകൂടെ നീക്കി വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് സ്ഥലം കിട്ടും. p ഇതൊരു കുഞ്ഞു സാധനം, പിന്നെ ദാ വലുത്, പിന്നെ ഒരു കുഞ്ഞു സാധനം, പിന്നെ ഒരു വലുത്, സ്ട്രക്ചർ വന്നു. ഇതിനകത്ത് p അല്ലേ വന്നേ. p വരുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനാണ് p വരുന്നേന്ന് പറഞ്ഞു. രണ്ട് സൈഡിലും p വന്നു അല്ലേ. ഇവര് തമ്മിൽ ഓവർലാപ്പ് ചെയ്തതാ ഈ ഒരു പോർഷനിലല്ലേ ഓവർലാപ്പ് ചെയ്തത്, ഈ പോർഷനിൽ. ഇവിടെ എന്ത് ബോണ്ടാ? സിഗ്മ ബോണ്ടാണ് വന്നത്. ഇവിടെ നടുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ b വന്നു. ദാ ഇവിടെ Cl ആണ്, ഇവിടെയും Cl ആണ് വരിക. ഓക്കെ അല്ലേ? സ്ട്രക്ചർ b ആണ് സെൻട്രാറ്റം വരിക, Cl ആണ് രണ്ടിടത്തും വരിക. BCl2ന്റെ കേസിൽ നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ കിട്ടി. sp ഹൈബ്രിഡൈസേഷൻ എഴുതുന്നത് ഇങ്ങനാണ്. ഈ ബ്ലൂ വെച്ചിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തത് ക്ലോറിന്റെ കേസാണ്. ക്ലോറിൻ ഇങ്ങനെ എഴുതുമ്പോൾ ലാസ്റ്റ് വരുന്നത് p ആയതുകൊണ്ടാണ് ഈ ഷേപ്പ് ഓവർലാപ്പ് ചെയ്തേക്കുന്നത്, ഈ ബോണ്ട് വന്നത്. ഇനി എസ്സിലാണ് അവസാനിക്കുന്നെങ്കിലോ റൗണ്ടിലാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇനി വേറെ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് റൗണ്ടിന്റെ കേസ് പറയാം. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അതായത് BCl2, അതായത് sp ഹൈബ്രിഡൈസേഷൻ ഒക്കെ ആണല്ലോ. ഇനി നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? CH4 അല്ല, CH4 അല്ല, വേറെ എക്സാമ്പിൾസ് ഉണ്ട്. വേറെ എക്സാമ്പിൾസ് ഒരു മിനിറ്റ്. ഓക്കെ, C2 അതേപോലെ C2H2 എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? sp ഹൈബ്രിഡൈസേഷന്റെ വേറൊരു എക്സാമ്പിൾ ആണ്. ഇതേ രീതിയിലാണ് അതും വരുന്നത്, C2H2 വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് sp-ലേക്കാണ് നമ്മൾ പോകുന്നത്. sp പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് sp2 ആണ്. sp2ന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് sp2ന്റെ കേസാണ്, ഹൈബ്രിഡൈസേഷൻ ആണ്. അത് നമ്മൾ എടുക്കുന്നത് BCl3 ആണ് എടുക്കുന്നത്. അപ്പൊ BCl3 എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് 5 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. 1s2 2s2 2p1 അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും നോക്കുന്നത് ദാ ഈ സെൻട്രൽ ആറ്റത്തിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും നോക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ക്ലോറിൻ ആണ് ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു. ക്ലോറിന്റെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2s2 2p1. അതുകൊണ്ട് ഇതാ ഇല്ല, എസിനകത്ത് കംപ്ലീറ്റ് ഫില്ലായി ഇലക്ട്രോൺസ്, പിക്കകത്ത് ഒരാൾ മാത്രം. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ക്ലോറിൻ ആണ് വരുന്നത്. അപ്പോൾ ഈ എസ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് പി ഓർബിറ്റിലേക്ക് ചാടും. അങ്ങനെ ചാടുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കയറി വരിക അല്ലെ. ചാടുന്ന സമയത്ത് ഇതാ ഇവിടെ കയറി വന്നു അല്ലെ, ഒരാൾ കയറി ഒരു ഇലക്ട്രോണകത്ത് ഇരുന്നു. അങ്ങനെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു? നമുക്കിനി ക്ലോറിൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് എസ് ആണ്, ഇത് പി ആണ്, ഇതും പി ആണ്. നമുക്കറിയാം sp2 ഹൈബ്രിഡൈസേഷൻ കിട്ടി. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതാ ഒരു എസിനകത്ത് ഒരു പി, പിന്നെ ഒരു പി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 3 ക്ലോറിൻ ഉണ്ട്. ഇതാ ഇവിടെ റിയാക്ട് ചെയ്തു, ഇതാ ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, 3 ക്ലോറിനും വന്നു അല്ലെ. മൊത്തം നമുക്ക് എത്ര ഗ്ലാസ് കിട്ടും? അപ്പം 3 ഗ്ലാസ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെ 3 ഗ്ലാസ് ആണ് നമുക്ക് കിട്ടിയത്. 3 ഓർബിറ്റ്സും നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് 3 ഓർബിറ്റ്സും കിട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ഷേപ്പ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു sp2 ആണെങ്കിൽ ദാ ഒരു ചെറിയ ബോക്സ്, ഒരു വലുത്, ഒരു ചെറിയ ബോക്സ്, പിന്നെ ഒരു വലുത്, പിന്നെ ഒരു ചെറുത്, ദാ വലുത്. അതായത് നമുക്കൊരു ട്രയാങ്കിൾ പ്ലാനർ ഷേപ്പിൽ വേണം. അതായത് ദാ ബി ഇവിടെ, ഇവിടെ Cl, ഇവിടെ ഒരു Cl, ദാ ഇവിടെ ഒരു Cl. ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആംഗിൾ എത്ര? 120 ഡിഗ്രി ആയിരിക്കും വരിക. sp ആണെങ്കിൽ ലീനിയർ ഷേപ്പ് ആണ്, അതുകൊണ്ട് 180 ആണ് ആംഗിൾ വരിക എന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ BCl2 ആണ്, BCl3 ആണ്, 120 ഡിഗ്രി ആണ് ആംഗിൾ വരിക.
ട്രയാങ്കിൾ പ്ലാനർ ആണ് ഷേപ്പ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയും പി ഓർബിറ്റ്സ് ആണ് വരിക. അപ്പൊ ദാ ഒരു ചെറുത് ഒരു വലുത്, ഒരു ചെറുത് ഒരു വലുത്, പിന്നെ ഒരു ചെറുത് ദാ ഒരു വലുത്, ഇങ്ങനെ വന്നു. പി ഓർബിറ്റ്സ് വരുന്നുണ്ട്. ദാ ഇവിടെ എന്ത് ചെയ്യും, പി ഓർബിറ്റ്സ് ആണെന്ന് മിസ് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ദാ ഇങ്ങനെ ആയിരിക്കും വരിക, ഇങ്ങനെ ആയിരിക്കും ഓരോന്ന് വരിക. അപ്പൊ ഇവിടെയും വരുന്ന ബോണ്ട് സിഗ്മ ബോണ്ട്, ഇവിടെയും സിഗ്മ ബോണ്ട്, ദാ ഇവിടെയും സിഗ്മ ബോണ്ട് ഓവർലാപ്പ് ചെയ്ത് അല്ലേ? ഇങ്ങനാണ് സ്ട്രക്ചർ വരിക sp2 ഹൈബ്രിഡൈസേഷന്റെ കേസ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ഓക്കെ അല്ലേ? sp3 ഹൈബ്രിഡൈസേഷന്റെ കട്ട് എക്സാമ്പിൾ CH2 CH4 സ്റ്റാർട്ട്. sp3 ഹൈബ്രിഡൈസേഷന് CH4 ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ C എന്ന് പറയുന്നത് 6, ഓക്കെ സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് പറഞ്ഞത്. CH4 ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. C6 കാർബൺ 1s2 2s2 2p2. ഇനി ഹൈഡ്രജൻ വരുമ്പോൾ 1s1 ആണ് വരിക. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അതായത് 2s2 2p2 വന്നു. അങ്ങനെ വരുമ്പോ ഒരാള് രണ്ടാൾക്കാർ, 2 ഇലക്ട്രോൺസ്. പി എന്ന് പറയുമ്പോൾ 3 ആൾക്കാരുണ്ട്, 1 2. കറക്റ്റ് ആണല്ലോ. ഇനി നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് വേണം. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നു, 1s അവിടുന്ന് അങ്ങോട്ട് കയറും. അപ്പൊ ഇവിടെ 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 P3 കംപ്ലീറ്റഡ് ആയി. അതുകൊണ്ട് ഇത് എസ് ആണെന്ന് അറിയാം, ഇതും പി ആണ്, ഇത് പി ഓർബിറ്റ്സ് ആണ്, ഇത് 3. അതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. sp3 ഹൈബ്രിഡൈസേഷനകത്ത് ബോക്സ് വരുമ്പോൾ 4 ബോക്സ് ആണ് വരിക. ഓക്കെ ആണല്ലോ? ഇവിടെ ഹൈഡ്രജൻ ആണ്, അപ്പൊ 1 2 3 4 അല്ലെ? ഇവിടെ CH4 ആണ് വരിക, 4 ഹൈഡ്രജൻ വരും. അപ്പൊ 4 ഹൈഡ്രജൻ വരുന്നുണ്ട്, 4 ഹൈഡ്രജൻ വരും. ദാ 4 ഹൈഡ്രജൻ കേറി വരും. 4 ബോക്സ് ആണ് വരിക അല്ലെ? ദാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് sp2 ഹൈബ്രിഡൈസേഷന്റെ കേസിൽ വരിക. ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമുക്കറിയാം sp2 sp3 സെയിം സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെട്രാഹെഡ്രൽ ആണ് ഇവിടുത്തെ ഷേപ്പ് വരിക. ഇവിടുത്തെ ഷേപ്പ് എന്താ വരിക? ടെട്രാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആള്, ഇവിടെ CH4 ആയതുകൊണ്ട് ഒരു ഇത്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇവര് തമ്മിലുള്ള ആംഗിൾ 109.5 ആയിരിക്കും വരിക. ടെട്രാഹെഡ്രൽ ആണ് വരിക. കാർബൺ, അതായത് ട്രൈപോഡ് വെക്കുന്ന പോലെ നമ്മുടെ സ്ട്രക്ചർ വരിക. അത് നിങ്ങൾ ഓർത്താൽ മതി. 109.5 ആയിരിക്കും ആംഗിൾ വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്ട്രക്ചറിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞാലേ മിസ്, നമ്മുടെ സ്ട്രക്ചർ. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ നോട്ട്, ഇവിടെ ഒരു വലിയ നോട്ട്, ഇവിടെ ഒരു ചെറിയ നോട്ട്, ഇവിടെ ഒരു വലിയ നോട്ട്, ഇവിടെ ഒരു ചെറിയ നോട്ട്, ഇവിടെ ഒരു വലിയ നോട്ട്, ഇവിടെ ഒരു ചെറിയ നോട്ട്, ഇവിടെ ഒരു വലിയ നോട്ട്. ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എസ് ഓർബിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? എസ് അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ. അപ്പൊ ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്. ഇങ്ങനെ വരുമ്പോ ഇവിടെ എല്ലാം എന്താ? സിഗ്മ ബോണ്ട് തന്നെയാണ് വരിക. ഓവർലാപ്പ് ചെയ്യുന്നു. സിഗ്മ ബോണ്ട് ആണ് ഇവിടെയും വരിക, ഇവിടെയും വരുന്നത് സിഗ്മ ബോണ്ട് ആണ്. ഇങ്ങനെയാണ് sp3 ഹൈബ്രിഡൈസേഷന്റെ കേസിൽ സ്ട്രക്ചർ വരുന്നത്. sp3 ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ വരുന്നത് ടെട്രാഹെഡ്രൽ ആണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ 109.5 ആയിരിക്കും ആംഗിൾ വരിക. ഓക്കെ ആണല്ലോ? നമ്മൾ sp2 sp3 ഇത് 3 നമുക്ക് പറയാൻ പറ്റും എന്താണ്? നമുക്ക് ഡി ഓർബിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് സ്ട്രക്ചർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ sp3dയും അതേപോലെ sp3d² കേസാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ ആണല്ലോ? നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ എന്താ? sp3d ഓർബിറ്റ്സിന്റെ കേസ്, ഹൈബ്രിഡൈസേഷന്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് sp3d
sp3d ഹൈബ്രിഡൈസേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SF6 ആണ്. SF6 എസ് എന്ന് പറയുന്നത് സൾഫർ ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണെന്ന് നമുക്കറിയാം അല്ലേ, ആണല്ലോ. അപ്പൊ ഇത് 16 ആണെന്ന് നമുക്കറിയാം, ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ sp3d ഓർബിറ്റ്സിന്റെ ഹൈബ്രിഡൈസേഷന്റെ കേസാണ്. എക്സാമ്പിൾ SF6 ആണ് വരിക. അപ്പം നമ്മുടെ സിസ്റ്റീൻ ആണ്, സൾഫർ ആണ് വരുന്നത്. 1s2 2s2 2p6 3s2 3p4 ആണ് വരിക. നമുക്കറിയാം ഇവിടെ 3d0 കൂടെ ഉണ്ടെന്നറിയാം. നമുക്ക് ഫ്ലൂറിൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ 1s2 2s2 2p5 ആണ് വരിക. ഇനി നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എഴുതുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 3 ആൾക്കാരാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. 3s2 3p4 3d0 വരാൻ കാരണം 3d ഇല്ലാത്തതുകൊണ്ട്. ഇനി നമ്മൾ ഇതിന്റെ എഴുതുമ്പോൾ 2 ഇലക്ട്രോൺസ്, പി എന്ന് പറയുമ്പോൾ 3 ആൾക്കാര്, ഇതിൽ ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് ഓരോന്ന് ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ 4 പേര് 3 ഓർബിറ്റ്സും ഫില്ല് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഓർബിറ്റ്സ് വീണ്ടും വന്നിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. ഡി ഓർബിറ്റ്സ് എന്ന് പറയുമ്പോൾ 5 ആണ് വരേണ്ടത്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് നമുക്ക് എഴുതേണ്ടത്. സോറി, എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സൾഫർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് ചാടണം. എങ്ങനെ ചാടും? എസ്സിൽ നിന്നും ഒരാൾ ചാടി, പിയിൽ നിന്നും 3 ആൾക്കാരും ഒരാള് എങ്ങോട്ട് ചാടി? ഡിയിലേക്ക് ചാടി. എസ്സിൽ നിന്നും ചാടി, അതിൽ നിന്നും പിയിൽ നിന്നും ചാടി 2 ആൾക്കാർ ഡിയിലേക്ക് വന്നു. ഇത് എസ് എന്നറിയാം, ഇത് പി, ഇത് പി, ഇത് പി, ഇത് ഡി ആണല്ലോ. ഇങ്ങനെ നമുക്ക് വന്നു. ഇനി നമ്മള് എന്താണ്? sp3d ആണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ നടന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാ. അപ്പൊ നമ്മുടെ sp3യുടെ കേസാണ്, sp3dയുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ബോക്സ് ഫില്ല് ചെയ്തു. 6 ആൾക്കാരാണ് വരണ്ടേ. ഇവിടെ നമുക്ക് ആരാണ് റിയാക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഫ്ലോറിൻ ആണ് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ 6 ഫ്ലോറിൻ ഉണ്ടാ, 1 2 3 4 5 6 ഫ്ലോറിനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പ് ഒന്നും നമുക്ക് വരയ്ക്കാൻ ഇല്ല. കാരണം എന്താ? ഡി ഓർബിറ്റ്സ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഷേപ്പ് ഇല്ലാത്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ത് ഷേപ്പ് എന്ന് പറയാം? ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് പറയാം. നമ്മുടെ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണെന്ന്. ഒക്ടാഹെഡ്രൽ ഷേപ്പ് നമ്മൾ എങ്ങനെ വരയ്ക്കാം? എസ്, സെൻട്രൽ ആറ്റം, ഇവിടുന്ന് ഒരു എഫ്, ഇവിടെ 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 ഒരു എഫ്. ഇങ്ങനെയാണ് വരിക. ഇത് മാത്രം വരച്ചു വെച്ചാൽ മതി. എക്സാമിന് sp3dയും ചോദിച്ചാൽ, sp3d2 ചോദിച്ചാലും നമുക്ക് ഡി ഓർബിറ്റ്സ് വരുന്നുണ്ട്, ഷേപ്പ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒക്ടാഹെഡ്രൽ എന്ന് പറയാം. ഈ ഷേപ്പ് മാത്രം ജസ്റ്റ് വരച്ചു വെച്ചാൽ മതി എലമെന്റ്സ് വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. sp-യും sp2 sp3യും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈബ്രിഡൈസേഷനകത്ത് ഒരു റെയർ കണ്ടീഷൻസ്, 2 എലമെന്റ്സ് തന്നിട്ട് ഒരു കോമ്പൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് കൂടുതലും ചോദിക്കുന്ന എലമെന്റ്സ് ഞാൻ പറയാം. അതിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ കട്ട്. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, sp3d ഹൈബ്രിഡൈസേഷന്റെ പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് sp3d2 ആണ് പറയാനുള്ളത്. ഇനി പറയുന്ന പോർഷൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp3d2 ആണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് SF6 എന്ന് പറയുന്നത്. അത് നമ്മൾ സൾഫർ എഴുതി 1s2 2s2 2p6 3s2 3p4 3d0 ആണ് വരിക. നമുക്ക് ഇവിടം വരെ എഴുതിയാൽ മതി. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പൗണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എഴുതുമ്പോൾ അത് എഴുതണം 3d0 വരാൻ കാരണം അവിടെ ഡി ഓർബിറ്റ്സിൽ ഒന്നും ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ ബോക്സസ് വരച്ചു. ഡി ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 പേര് വരുന്നതാണ്. ആ 5 ബോക്സും എംപ്റ്റി ആയിട്ട് ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് വരുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതായത് റിയാക്ട് ചെയ്യുന്നത് ഇവിടെ ഫ്ലൂറിൻ ആണ്. അത് 6 പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർബിറ്റ്സിന്, ഇലക്ട്രോൺസിന് ഒരു ടെൻഡൻസി ഉണ്ട്, ഫിൽ ആവാത്ത ഓർബിറ്റ്സിലേക്ക് ചാടാനുള്ള ടെൻഡൻസി. അങ്ങനെ ചാടുമ്പോൾ ഡി ഓർബിറ്റ്സിലേക്ക് 2 പിയിൽ നിന്നും എസിൽ നിന്നും ഓരോ ഇലക്ട്രോൺസ് വെച്ച് ഡി ഓർബിറ്റ്സിലേക്ക് കയറും.
അങ്ങനെ കയറിയിട്ട് നമുക്ക് sp3d2 ഓർബിറ്റ്സ് കിട്ടും. ഈ d2 ഓർബിറ്റ്സ് കിട്ടുമ്പോൾ 6 ബോക്സസ് ആണ് ടോട്ടൽ വരേണ്ടത്. ഓരോ ബോക്സസിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകും. 6 ഫ്ലൂറിൻ ആണ് വരുന്നത്. അപ്പൊ ഫ്ലൂറിൻ 6 ഫില്ല് ചെയ്ത് പോകും. ഇനി ഇവിടെ വരുന്നത് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. ഒക്ടാഹെഡ്രൽ d ഓർബിറ്റ്സ് വരുന്നതുകൊണ്ട് ഷേപ്പ് നമുക്ക് വരയ്ക്കാനായിട്ടില്ല. ഇവിടെ വരുമ്പോൾ എസ് ഇങ്ങനെ ഒക്ടാഹെഡ്രലിന്റെ ജസ്റ്റ് ഷേപ്പ് മാത്രം വരച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് എലമെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണെന്നാണ് പറയേണ്ടത്. ഇത് നമുക്കറിയാം എന്താ, sp3d2 ആണെന്ന് അറിയാം. PCl5 എന്ന് പറയുന്നത് sp3d ആണെന്ന് നമുക്കറിയാം. CH4 എന്ന് പറയുന്നത് sp3 ആണെന്ന് നമുക്കറിയാം. BCl2 എന്ന് പറയുന്നത് sp2 ആണെന്ന് നമുക്കറിയാം. BCl2 എന്ന് പറയുന്നത് എന്താ, sp ആണെന്ന് നമുക്കറിയാം. ഇത് BCl3 ആണ്. BCl3 എന്ന് പറയുന്നത് sp2 ആണെന്ന് അറിയാം. BCl2 എന്ന് പറയുന്നത് sp, BCl3 എന്ന് പറയുന്നത് sp2 ഇത് പറഞ്ഞു. ഇനി അമോണിയ അതേപോലെ വാട്ടറും ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവർ രണ്ടുപേരും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ തെറ്റിക്കുന്നതാണ്. ഇവിടെ വരെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ sp3 എന്ന d3 ആയിരിക്കും. അതല്ല, തെറ്റാണ്. ഇവരുടെ കണ്ടീഷൻ വരുമ്പോൾ എന്ത് വരും, ഇവരും എന്താ ആൾക്കാരാണ്, sp3 ആണ്. ഇതും sp3 ആണ്. എങ്ങനെ sp3യിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇവര് രണ്ടുപേരും അതേപോലെ അമോണിയം വാട്ടറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ ഷേപ്പ് അറിയാമല്ലോ. ഇത് ബെൻഡ് ഷേപ്പ് ആണ്. ഇതെന്താ, ട്രയാങ്കിൾ പിരമിഡ് ആണ് ഷേപ്പ് വരിക. ഓർമ്മയുണ്ടല്ലോ, ട്രയാങ്കിൾ പിരമിഡ് ആണ് അമോണിയയുടെ ഷേപ്പ് വരിക. വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ബെൻഡ് ഷേപ്പ് ആണ് വരിക. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന അമോണിയയുടെ കേസാണ് പറയാൻ പോകുന്നത്. അമോണിയ ഏത് ഹൈബ്രിഡൈസേഷനകത്ത് വരും, sp3 ഹൈബ്രിഡൈസേഷൻ വരെ എങ്ങനെ വരിക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ എന്ന് പറയുന്നത് 1s2 2s2 2p3 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതി. ഹൈഡ്രജൻ ആണ് 1s1 ആണെന്ന് അറിയാം. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ്, നമ്മുടെ സെൻട്രൽ ആറ്റം ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തു എന്ത്, നമ്മുടെ 1s2 2s2 അത് എഴുതി. 2s2ല് ഇലക്ട്രോൺസ് എഴുതി. p ഷെല്ലിൽ 3 ഓരോന്ന് വെച്ച് ഫില്ല് ചെയ്തു ആണല്ലോ. അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസിന് ചാടാനുള്ള ടെൻഡൻസി ഉണ്ടോ, ഇല്ല. ഇവിടെ വേക്കന്റ് ആയിട്ട് ഉള്ള ഒരു സ്പേസും ഇല്ല. d ഓർബിറ്റ്സ് തൊട്ട് ഇല്ലതാനും. അതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്തും വരിക. ഈ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഇതിനെ ഞാൻ വിളിക്കുന്നതാണ് LP എന്ന് പറയുന്നത്, അതായത് ലോൺ പെയർ. അതായത് ബോണ്ടിനകത്ത് പങ്കെടുക്കാത്ത ഇലക്ട്രോൺസിനെ വിളിക്കുന്നതാണ് ലോൺ പെയർ. ഈ ആൾക്കാരെ എന്ത് വിളിക്കും, BP എന്ന് വിളിക്കും. BP എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രഷറിന്റെ കേസ് അല്ല പറയുന്നത്, ബോണ്ട് പെയർ. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തതുകൊണ്ട് ബോണ്ട് പെയർ. ഇങ്ങനെ വരുമ്പോൾ sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു. ഈ ലോൺ പെയർ അതേപോലെ തന്നെ എഴുതുക. ഓരോ p ഓർബിറ്റ്സ് എഴുതുക. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ എഴുതുക. അതായത് നമുക്ക് വരുന്നത് എങ്ങനാ, നൈട്രജൻ വന്നു, ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇവിടെ ലോൺ പെയർ ഉണ്ട്. അതിനെന്താണ്ട് ഇങ്ങനാണ് നമ്മൾ എഴുതുന്നത്, ലോൺ പെയർ. ഈ സ്ട്രക്ചർ ആണ് നമുക്ക് വരിക. ശരിക്കും നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ആയിരിക്കും നമ്മുടെ സ്ട്രക്ചർ വരിക, അല്ലെ. ഇവിടെ ഒരു ആള്, ഇങ്ങനെ 4 ആൾക്കാർ വരും ടെട്രാഹെഡ്രൽ. പക്ഷെ ഇവിടെ ലോൺ പെയർ വരുന്നതുകൊണ്ട് സ്ട്രക്ചർ എന്ത് വരും, ട്രയാങ്കിൾ പിരമിഡ് ഷേപ്പിലേക്ക് മാറും. അമോണിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ പിരമിഡ് ഷേപ്പ് ആണ്. ഇതാണ് ഷേപ്പ് വരിക. ഇനി എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് sp-ക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെ സ്ട്രക്ചർ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LP എന്ന് പറയാം. ഇതിനെ നമുക്ക് BP എന്ന് പറയാം, ബോണ്ട് പെയറും ലോൺ പെയറും. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരിക. ഇവിടെ വരുന്നത് s ഓർബിറ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്. ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, സിഗ്മ ബോണ്ട് ആണ് വരുന്നത്. ഇവിടെയും സിഗ്മ ബോണ്ട് ആണ് വരുന്നത്, ഇവിടെയും സിഗ്മ ബോണ്ട് ആണ് വരിക. ഇതാണ് നമ്മുടെ
അമോണിയയുടെ സ്ട്രക്ചർ വരുന്നത് ട്രയാങ്കിൾ പിരമിഡ് ഷേപ്പിലാണ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ലോൺ പെയറിന്റെ കേസാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരാളാണ് വാട്ടറും. വാട്ടറിന്റെ കേസിൽ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം വരുന്നത്, ഹൈഡ്രജൻ അല്ല. ഓക്സിജൻ വരുമ്പോൾ ഇവിടെ എത്ര ലോൺ പെയർ വരുന്നതാ? ഇവിടെ രണ്ട് പെയർ ഓഫ് ലോൺ പെയർ ആണ് വരുന്നത്. അമോണിയക്ക് ഒരു ലോൺ പെയർ ആണ് വരുന്നതെങ്കിൽ വാട്ടറിനകത്ത് രണ്ട് ലോൺ പെയർ ആണ് വരുന്നത്. അത് ഓക്സിജൻ ആണ് വരുന്നത്. ഓക്സിജൻ ആണ് അവിടെ സെൻട്രൽ ആറ്റം വരുന്നത്, ഹൈഡ്രജൻ അല്ല. കാര്യം H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത്, ഓക്സിജൻ അല്ല. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ സെഷൻ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണുന്നവരെ ബൈ.